ഇത് ഒരു കാലത്ത് നടന്ന സംഭവമാണ്. കിഷൻ അന്ന് തന്റെ വീട് വിട്ട് ദർബാറിലെ ഒരു അംഗമാകാൻ പോകുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ യാത്ര ഒരുപാട് വർഷങ്ങളിലേക്കുള്ള യാത്രയായി. അവൻ ഒരു സ്വാമിജിയെ കാണാനുള്ള യാത്രയിലാണ്. ആ സ്വാമിക്ക് രാജാവുമായി നല്ലൊരു ബന്ധമാണ് ഉള്ളത്. അപ്പോഴാണ് പോകുന്ന വഴിയിൽ ഒരു ഭിക്ഷക്കാരനെ അവൻ കണ്ടത്. അവരുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. എന്താ മുത്തശ്ശ, എന്താ പ്രശ്നം? ഇവിടെ നോക്കു മോനെ, എനിക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് എനിക്കൊരു മയക്കം വന്നു. പിന്നെ ഭക്ഷണവും വെള്ളവും കിട്ടാതെ വന്നപ്പോ എനിക്ക് ഒരുപാട് കഷ്ടമായി. നീ എന്തെങ്കിലും എനിക്ക് സഹായിക്കുമോ മോനെ? കുറച്ച് പൈസ ഉണ്ടെങ്കിൽ തരുവോ? മുത്തശ്ശ, എന്റെ അടുത്ത് പൈസയില്ല. പക്ഷെ നിങ്ങളുടെ പ്രശ്നത്തിന് എനിക്ക് ശരി ചെയ്യാൻ പറ്റും. അതെങ്ങനെയാ മോനെ? നോക്കിക്കൊണ്ടിരുന്നോ, ഇവിടെ ക്ഷമയോടെ നിൽക്കൂ. ഞാൻ കുറച്ചു സമയം കൊണ്ട് തിരിച്ചു വരാം. ആ ശരി മോനെ, ഞാൻ ഇവിടെ തന്നെ കാത്തുകൊണ്ടിരിക്കാം. കിഷൻ സമീപത്തുള്ള ഒരു കാട്ടിനുള്ളിലേക്ക് പോയി. കുറച്ചു സമയം കഴിഞ്ഞു. അപ്പോഴേക്കും കിഷൻ പുറത്തേക്ക് വന്നു. ചില ഔഷധങ്ങളും എടുത്തിട്ടാണ് വന്നത്. ഇതെന്താണ് മോനെ? ഇത് ഔഷധമാണ് മുത്തശ്ശ. ഞാൻ കുറെ കൊല്ലമായിട്ട് ഇതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഞാൻ അവിടെ നിന്നാണ് ഇതെല്ലാം പഠിച്ചത്. ഇത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരിക്കലും മയക്കം വരില്ല. അടിപൊളിയായിരിക്കുന്നു. അത് നീയാണോ? എന്താ പറയുന്നേ? അതെന്താന്ന് വെച്ചാ, ഒരു പയ്യൻ അവന്റെ കാര്യങ്ങൾ നോക്കി സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ചു. ഞാൻ ഇന്ന് അവനെ കണ്ടു. നിങ്ങൾ ആരാ മുത്തശ്ശ? പിന്നെ എന്റെ കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയൂ? സത്യത്തിന് ആർക്കും മറച്ചു പിടിക്കാൻ കഴിയില്ല. എന്തെന്ന് വെച്ചാ, കാര്യം എന്നെ കുറിച്ചല്ല, അത് നിന്നെ കുറിച്ചുള്ള കാര്യമാണ്. ഞാൻ ഒരുപാട് സന്തോഷത്തിലായിരിക്കുന്നു. സത്യം പറയണെങ്കിൽ നിന്റെ കയ്യില് ഒന്നുമില്ല. എന്നിട്ടും നീ എല്ലാം പെട്ടെന്ന് ഏർപ്പാട് ചെയ്തു. ഇതാണ് നിന്റെ കഴിവിന്റെ അടയാളം. നിങ്ങൾ എന്നെ ഇത്ര വലുതായിട്ട് പുഴുത്തതിന് നിങ്ങൾക്ക് ഒരുപാട് നന്ദി. അപ്പോഴാണ് ആ ഭിക്ഷക്കാരൻ തന്റെ 2 കൈകളിലും തൈര് നിറഞ്ഞ കുടങ്ങൾ സൃഷ്ടിച്ചത്. ഇതെന്താ മുത്തശ്ശ? എന്റെ വലത് കൈയിൽ തൈരുണ്ടല്ലോ, അത് നീ കഴിച്ചാൽ നിനക്ക് സെൽവം കിട്ടും. എന്റെ ഇടത് കയ്യിലുള്ള തൈര് കഴിച്ചാൽ നിനക്ക് ജ്ഞാനം കൂടുതലായിട്ട് കിട്ടും. ആണോ? പൈസയാണോ ജ്ഞാനമാണോ വലുത്? രണ്ടിനും തനിത്തനിയായിട്ട് ഗുണങ്ങളുണ്ട് മോനെ. കുറച്ച് സ്ഥലത്ത് പണം ആവശ്യമുണ്ട്, കുറച്ച് സ്ഥലത്ത് ജ്ഞാനമാണ്. അങ്ങനെയാണോ? എന്നാ പിന്നെ കഴിച്ചെന്ന് നോക്കാം. ഇത് ശരിയാണെന്ന് നോക്കാം. കഴിക്കും മോനെ. 2 കുടങ്ങളിലുള്ള തൈരും കിഷൻ കുടിക്കാൻ തുടങ്ങി. നിന്നോട് 2 തൈരും കഴിക്കാൻ ആരാ നിന്നോട് പറഞ്ഞത്? ഒന്നാണ് കഴിക്കണമെന്ന് എന്റെ അടുത്ത് ആരും പറഞ്ഞില്ലല്ലോ മുത്തശ്ശ. അതുമാത്രമല്ലാതെ ആ 2 തൈര് പാനയും നിങ്ങളല്ലേ എന്റെ മുമ്പിൽ കൊണ്ടുവന്നത്. ആ 2 പാനയിലും ഏതാ നല്ലതെന്ന് എനിക്കെങ്ങനെ അറിയാം? പറയ്. നീ നല്ല ബുദ്ധിശാലിയാണ് മോനെ. നീ നിന്റെ ബുദ്ധി കൊണ്ട് ഈ ലോകം മൊത്തം നന്നായിട്ട് മനസ്സിലാക്കും. നിനക്ക് നിന്റെ ബുദ്ധിയാണ് നിനക്ക് കിട്ടിയ വലിയ സ്വത്ത്. ചെല്ല്, എന്റെ ആശീർവാദം നിനക്ക് എപ്പോഴും ഉണ്ടാവും. നന്ദി മുത്തശ്ശ. ഇത്രയും പറഞ്ഞുകൊണ്ട് കിഷൻ തന്റെ യാത്ര വീണ്ടും തുടങ്ങി. കുറച്ചു ദിവസത്തെ യാത്രകൾക്ക് ശേഷം കിഷൻ ആ സ്വാമിജിയുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. സ്വാമിജിയുടെ മുറിയിലിരുന്ന് കിഷൻ അദ്ദേഹത്തോട് സംസാരിച്ചിരിക്കുകയായിരുന്നു. സ്വാമിജി, ഞാൻ രാജാവ് റാംക്രിമിന്റെ ദർബാറിലെ ഒരു അംഗമായിട്ട് മാറണം. ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം വലിയ ബുദ്ധിശാലിയാണ്, പിന്നെ നല്ലവരാണെന്നാണ്. അതെ കിഷൻ, ആ രാജാവ് ഒരുപാട് നല്ലവനാണ്. രാജാവ് അവൻ എല്ലാ ഗുണാംശങ്ങളും അവനുണ്ട്. പക്ഷെ നീ അവന്റെ സ്ഥലത്തേക്ക് പോയി എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഒന്നും ചെയ്യണ്ട സ്വാമി. പക്ഷെ അവിടെ ഉള്ളവർക്ക് എന്റെ ജീവിതം സന്തോഷമായിട്ടിരിക്കുന്ന പറയുന്നേ. പിന്നെ എഴുതാനും കുറെ കാര്യങ്ങളുണ്ട്. കിഷൻ തന്റെ സഞ്ചിയിൽ നിന്നും ഒരു പുസ്തകം എടുത്ത് സ്വാമിജിക്ക് കൊടുത്തു. കുറച്ചു സമയം വായിച്ചതിനു ശേഷം സ്വാമിജി പറഞ്ഞു, കിഷൻ, ഈ പുസ്തകത്തിന് തീർച്ചയായിട്ടും നീയാണോ എഴുതിയത്? അതെ, ഞാൻ തന്നെ എഴുതിയത്. ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങള് ഒരുപാട് ശരിയാണ്. നീ ശരിക്കും ജ്ഞാനമുള്ളവനാണ്. അതുകൊണ്ട് ഈ പുസ്തകത്തിനെ നീ തന്നെ എഴുതിയിരിക്കണം. ഇതെല്ലാം ഈ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ശരി, എനിക്കൊരു കാര്യം പറയൂ. ആ രാജാവ് റാംക്രിബിനെ എനിക്കെങ്ങനെ കാണാൻ പറ്റും? ക്ഷമയോടെ ഇരിക്കും മകനെ. ആദ്യം ഞാൻ അവിടെ പോവാം. പിന്നെ ശരിയായ സമയം നോക്കി വേറെ ആരെങ്കിലും അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് നിന്നെ ആ സ്ഥലത്തേക്ക് വിളിക്കാം. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം സ്വാമി. അതുവരെ ഞാൻ നിങ്ങളുടെ വീട്ടില് നിങ്ങൾക്ക് സഹായമായിട്ട് കുറച്ച് ദിവസം ജോലി ചെയ്യാം. ശരിയെന്നാ, ഇപ്പൊ ഞാൻ ഇവിടുന്ന് പോവാണ്. കിഷൻ സ്വാമിജിയെ ഒരുപാട് വിശ്വസിച്ചു. പക്ഷെ അവനത് അറിയില്ലായിരുന്നു, അതായത് സ്വാമിജി ആ പുസ്തകം തന്റെ പേരിലാക്കുമെന്ന്.
ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി. പക്ഷെ സ്വാമിജിയിൽ നിന്നും യാതൊരു മറുപടിയും വന്നില്ല. കിഷൻ തീരുമാനിച്ചു അവിടെ നിന്നും ഉടനെ പുറപ്പെടണമെന്ന്. കിഷൻ അവിടെ നിന്നും രാജാ രാംകൃപിനെ കാണാൻ വേണ്ടി പുറപ്പെട്ടു. സ്വാമിക്ക് തീർച്ചയായിട്ടും അവിടെ കുറെ പണിയുണ്ടാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എന്നെ വിളിക്കാൻ ആളുവിടാത്തെന്ന് തോന്നുന്നു. അത് നമുക്ക് അവിടെ ചെന്ന് അദ്ദേഹത്തോട് ചോദിക്കാം. കിഷൻ രാജകൊട്ടാരത്തിന്റെ മുൻപിലേക്ക് എത്തി. അവിടെ കാവൽ നിന്നിരുന്ന കാവൽക്കാരൻ കിഷനെ ചോദ്യം ചെയ്യാനായി പിടിച്ച് നിർത്തി. എന്താ ചേട്ടാ, എന്ത് പണിയായിട്ട് വന്നിരിക്കുന്നേ? ഏത് പണിയുമില്ല, എന്റെ പുസ്തകത്തിന് ഇവിടെ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പിന്നെ നമ്മുടെ രാജാവിനെ കാണാനായിട്ട് തീർച്ചയായിട്ടും എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. നിങ്ങളെ കാണാൻ നല്ല ബുദ്ധിമാനെ പോലെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ പുസ്തകം നിങ്ങളെ പോലെ തന്നെ ഉണ്ടാവും. ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും അകത്ത് വിടാം. പക്ഷെ ഒരു കാര്യമുണ്ട്. അതെന്ത് കാര്യമാ? നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് സമ്മാനം കിട്ടിയാലും അതിന്ന് പാതി എനിക്ക് തരണം. കിഷൻ ആലോചിച്ചുകൊണ്ട് എന്തു പറഞ്ഞെന്നോ? ശരി ചേട്ടാ, പാതി സമ്മാനം നിങ്ങൾക്ക് തന്നെ. ഇപ്പൊ ഞാൻ അകത്ത് പോകാലോ അല്ലേ? നിങ്ങൾ നല്ല ബുദ്ധിമാനാണ്. അകത്ത് പോകൂ പോകൂ. അങ്ങനെ എങ്ങനെയോ ഒരുപാട് മാസങ്ങൾക്ക് ശേഷം രാജസഭയുടെ ഉള്ളിലേക്ക് കിഷൻ രാജാ രാംകൃപിനെ കാണാനായി എത്തി. എന്താ കാര്യം? നിങ്ങൾ എന്തിനു വേണ്ടിയാ വന്നിരിക്കുന്നത്? നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയൂ. ഇല്ല രാജ, എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ എന്റെ രാജാവിനെ കാണാൻ വേണ്ടി ഇവിടെ വന്നത്. പിന്നെ എന്റെ കണ്ണുകൾ കൊണ്ട് നിങ്ങളെ ദർശനം ചെയ്യണമെന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാവരും പ്രശ്നങ്ങളോടാണ് വരുന്നത്. പക്ഷെ നീ എന്നെ ഇവിടെ കാണാൻ വേണ്ടി മാത്രം വന്നിരിക്കണോ? ആ, നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാന്ന് വിചാരിച്ചു. പറയൂ, നീ എന്താ പറയാൻ വന്നിരിക്കുന്നത്? കിഷൻ രാജാ രാംകൃപിനോട് കുറച്ചു സമയം എന്തൊക്കെയോ സംസാരിച്ചു. എന്നിട്ട് തന്റെ പുസ്തകത്തെ പറ്റി പറഞ്ഞു. അതുമാത്രമല്ല, തന്റെ മറ്റു ചില കഥകളും കൂടി അവൻ പറഞ്ഞു. പക്ഷെ ഓരോന്നായി കേട്ട് രാജാ രാംകൃപ് അത്ഭുതപ്പെട്ടുപോയി. അതിനുശേഷം അദ്ദേഹം കിഷനോട് ചോദിച്ചു, നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ കേട്ടു. പിന്നെ നിന്റെ പുസ്തകങ്ങളും ഒരുപാട് നന്നായിരിക്കുന്നു. പക്ഷെ ഇതിലൊരു പുസ്തകം ഔഷധനെ കുറിച്ചുണ്ടല്ലോ. അത് ഞങ്ങളുടെ ദർബാറിനെ ചേർന്ന ഒരു സ്വാമിന്റേതാണ്. നീ ഇവിടെ പറ്റിക്കാൻ വേണ്ടിയാണോ വന്നിരിക്കുന്നത്? നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജാവേ? ഈ പുസ്തകം ഞാനാണ് എഴുതിയത്. പിന്നെ ഈ സ്വാമിക്കും ആ പുസ്തകം ഞാനാണ് കൊടുത്തത്. അദ്ദേഹമാണ് ആ പുസ്തകത്തിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞത്. പക്ഷേ എനിക്കെന്തോ ഇവിടെ വേറെന്തോ ചതി നടന്നെന്നാ തോന്നുന്നേ. അങ്ങനെയാണെങ്കിൽ നീ എന്താ പറയുന്നേ? ഈ പുസ്തകം നിന്റേതാണെന്നോന്നോ? ആ സ്വാമിജിയാണോ പറ്റിക്കുന്നത്? അതേ രാജാവേ, നിങ്ങൾ അദ്ദേഹത്തിന് വിളിക്കൂ. ഞാൻ ഇപ്പൊ തന്നെ തെളിയിക്കാം. എന്റെ അടുത്ത് ഒരു ആലോചനയുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാവും. കിഷൻ രാജാ രാംകൃപിനോട് തന്റെ തന്ത്രങ്ങളെല്ലാം പറഞ്ഞു. രാജാ രാംകൃപ് ഇതെല്ലാം കേട്ട് വളരെയധികം സന്തോഷവാനായി. എന്നിട്ട് കിഷൻ പറഞ്ഞത് സമ്മതിച്ച് സ്വാമിജിയെ വിളിച്ചു വരുത്തി. സ്വാമിനെ ഇവിടെ വിളിച്ചുകൊണ്ടുവരൂ. കുറച്ചു സമയത്തിനുള്ളിൽ സ്വാമിജിയും രാജസഭയിലേക്ക് എത്തിച്ചേർന്നു. പെട്ടെന്ന് കിഷനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതമായി. നമസ്കാരം മഹാരാജാവേ. നിങ്ങൾക്ക് ഈ കിസനെ അറിയോ? പിന്നെ നിങ്ങൾ എന്നോട് കാണിച്ച പുസ്തകം ഈ കിസന്റെ തന്നെയാണോ? അല്ല മഹാരാജാവേ, ഇത് എന്റെ പുസ്തകമാണ്. ഈ പയ്യൻ 1 മാസം മുമ്പ് ആ പുസ്തകത്തെ എന്റെ അടുത്തുനിന്ന് മോഷ്ടിച്ചു. മഹാരാജാവേ, നിങ്ങൾ 2 പേരിനെ ഇവിടേക്ക് വരാൻ പറഞ്ഞാൽ ഞാൻ അവരെ ഉപയോഗിച്ച് ഈ പുസ്തകം ആന്റിയാണെന്ന് ഞാൻ തീർച്ചയായിട്ടും തെളിയിക്കും. ശരി മഹാരാജാവേ, ഞാനും തയ്യാറാണ്. അവിടേക്ക് മറ്റു 2 പേരെ കൂടി വിളിച്ചു വരുത്തി. അവർ 2 പേരും അവരവരുടെ രോഗങ്ങളെ പറ്റി പറഞ്ഞു. സ്വാമിജി അതിനുള്ള വൈദ്യപരിശോധന നടത്തി. അതേസമയം കിഷൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇവന്താ ഒന്നും പറയാതെ നിൽക്കുന്നത്? എനിക്ക് നേരത്തെ അറിയാം ഈ പുസ്തകം തീർച്ചയായിട്ടും ഇവന്റെ അല്ലാന്ന്. ഈ ചെറിയ പ്രായം കൊണ്ട് എങ്ങനെ ഇത്ര പുസ്തകം എഴുതാൻ പറ്റും? സ്വാമിജി ആണെങ്കിലോ തന്റെ ചികിത്സ തീർന്നതിനു ശേഷം രാജാ രാംകൃപ് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ സ്വാമിനെ പിടിച്ച് തറവലടയ്ക്കൂ. നിങ്ങൾ എന്താ ചെയ്യുന്നത്? എന്താ ചെയ്താ വരുന്നേ? സ്വാമി, നിങ്ങൾ പുസ്തകമെല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഓർത്തില്ല. എന്ന് വെച്ചാ ഒരാൾ നല്ലപോലെ ഇരിക്കുമ്പോ അവന് നല്ലപോലെ ചികിത്സ ചെയ്യേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ കിഷനാണ് ആ 2 പേരെയും അങ്ങോട്ടേക്ക് എത്തിച്ചത്. അതായത് സ്വാമിജിയുടെ കള്ളത്തരങ്ങൾ മുഴുവൻ കണ്ടുപിടിക്കാൻ വേണ്ടി. സ്വാമിജി തന്റെ കുറ്റം സമ്മതിച്ചാൽ കിഷൻ തന്റെ പരാജയം സമ്മതിക്കുമെന്ന്. അല്ല, ദയവ് കാണിക്കൂ മഹാരാജാവേ, ദയവ് കാണിക്കൂ. ഇവനെ വിളിച്ചുകൊണ്ട് പോകൂ. മഹാരാജാവ് വളരെ സന്തോഷത്തോടെ കിഷനോട് എന്തു പറഞ്ഞെന്നോ? കിഷൻ, നിന്റെ ബുദ്ധിനെ ഞങ്ങൾ എത്ര ദൂരം പ്രസംഗിച്ചാലും അത് ചെറുതാണ്. പറയൂ, നിനക്ക് എന്ത് സമ്മാനമാണ് വേണ്ടത്? നീ എന്തു ചോദിച്ചാലും അത് കിട്ടും. 100 ചൗക്കടി. എന്ത്? കിഷൻ, നീ എന്നെ നന്നായിട്ട് അവമാനിക്കാണ്.
മഹാരാജ, ഞാൻ നിങ്ങളുടെ കോട്ട ദ്വാരത്തുനിന്ന് വരുമ്പോ അവിടെ ഒരാളുടെ അടുത്ത് വാക്ക് കൊടുത്തിരിക്കുകയാണ്. കിട്ടുന്ന സമ്മാനത്തിൽ പാതി അദ്ദേഹത്തിന് തരാമെന്ന്. അതുകൊണ്ട് 50 ചൗക്കടി എനിക്ക് തരൂ, ബാക്കി അദ്ദേഹത്തിന് തന്നോളൂ. പുറത്തുനിന്ന് കാവൽക്കാരനെ അകത്തേക്ക് വിളിച്ചു വരുത്തി. കിഷൻ പറഞ്ഞ പാരിതോഷികം എന്താണെന്ന് അറിഞ്ഞപ്പോൾ അവർ കരയാൻ തുടങ്ങി. എന്നെ ക്ഷമിച്ചേക്കോ മഹാരാജ, ഇനി ഒരിക്കലും ഞാൻ ആരോടിങ്ങനെ ചോദിക്കില്ല. ഇവനെ വിളിച്ചുകൊണ്ട് പോകൂ. ഈ മൊത്ത ചൗക്കടിയും ഇവനെ തന്നെ കൊടുത്തേക്ക്. ആ കാവൽക്കാരൻ പോയ ഉടനെ മഹാരാജാവ് വളരെ സന്തോഷത്തോടെ എന്തു പറഞ്ഞെന്നോ? നീ നിന്റെ ബുദ്ധിനെ എപ്പോഴും ഒരുപാട് നന്നായിട്ട് ഉപയോഗിക്കുന്നു കിഷൻ. മുട്ടാൾ മനുഷ്യന്മാരെ കൊണ്ട് രാജ്യം എങ്ങനെ കൈവിട്ടു പോകുന്നു, അതുപോലെ എന്റെ കയ്യിൽ കിട്ടിയ നിന്നെ ഞാൻ വിട്ടാൽ അത് തന്നെ ഈ രാജ്യത്തിന്റെ തോൽവിയായിരിക്കും. ശരി പറയ്, എന്റെ ദർബാറിൽ നീ ജോലി ചെയ്യുന്നു? രാജാവേ, ഈ ദർബാറിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ സ്വന്തം വീട് വിട്ട് ഇവിടെ വന്നത്. പക്ഷെ ഇത് പറഞ്ഞാൽ എന്നെ ബുദ്ധിയില്ലാത്തവെന്ന് പറയും. പക്ഷെ ഇതും ഞാൻ മനസ്സിലാക്കണം. നിങ്ങളുടെ ബുദ്ധി കഴിവ് കൊണ്ട് പുറത്തെ എല്ലാവരും സംസാരിക്കുന്നുണ്ടല്ലോ, അതിൽ എത്ര സത്യമുണ്ടെന്ന് അറിയണം. അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് നോക്കി. നിങ്ങളുടെ ഈ ദർബാറില് കലയിനും കഴിവിനും നല്ല മതിപ്പുണ്ട്. അതുമാത്രമല്ല, ഈ ദ്വാരന്റെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാർക്കും മോശമായാൽ ഈ കൊട്ടാരത്തിൽ പ്രവേശനമില്ല. അങ്ങനെയാണെങ്കിൽ ശരി, റാം ഗ്രിപ്പിന്റെ ദർബാറിലേക്ക് നിന്നെ സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം തന്റെ ജീവിതത്തിലുടനീളം കിഷൻ തന്റെ ബുദ്ധി ഉപയോഗിച്ച് മഹാരാജാവിനെയും രാജ്യത്തെയും സഹായിച്ചുകൊണ്ടേയിരുന്നു. ബുദ്ധി യാതൊരു സമ്പത്തിലും കുറവല്ല. അത് എല്ലാ ബുദ്ധിമുട്ടിലും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. മറ്റുള്ള സമ്പാദ്യങ്ങൾ പോലെ അത് നശിച്ചു പോകില്ല.